ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്വിസ് ആൻഡ് ഗെസ്. ഇന്ന് നമുക്ക് ബേസിക് സയൻസിലെ കുറച്ചു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാവരും ആൻസേഴ്സ് പറയാൻ റെഡി ആയിക്കോളൂ. ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ താപവൈദ്യുതി നിലയം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയുന്നവർ ഉടൻ തന്നെ കമന്റ് ചെയ്യൂ. കൂടെ നിങ്ങളുടെ പേരുകളും പറയണേ. ശരി ഉത്തരം പറയുന്നവരുടെ പേരുകൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം. ശരി ഉത്തരം പറഞ്ഞവർ ഫാത്തിമ അഫ്ര, ആത്മിക, രാജശ്രീ, മഞ്ജരി, ജഗത്, മരിയ, സംന. ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം. ഓപ്ഷൻസ്: സെപ്റ്റംബർ 29, ഡിസംബർ 3, ഓഗസ്റ്റ് 13, ജനുവരി 5. ശരി ഉത്തരം ഓപ്ഷൻ എ, സെപ്റ്റംബർ 29. അർബുദം ബാധിക്കാത്ത ശരീരഭാഗം. ഓപ്ഷൻസ്: ശ്വാസകോശം, കരൾ, വൃക്ക, ഹൃദയം. ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഹൃദയം. എംഫീസീമിയ എന്ന രോഗത്തിന് കാരണം. ഓപ്ഷൻസ്: മദ്യപാനം, രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ, പുകവലി. ശരി ഉത്തരം ഓപ്ഷൻ ഡി, പുകവലി. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്ന്. ഓപ്ഷൻസ്: ജൂലൈ 7, ജൂൺ 7, ജനുവരി 7, ഓഗസ്റ്റ് 7. ശരി ഉത്തരം ഓപ്ഷൻ ബി, ജൂൺ 7. ഉപ്പുലായനിയിൽ മുക്കിവെച്ച ചേമ്പിൻ തണ്ടിന് എന്താണ് സംഭവിക്കുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ സി, ചേമ്പിൻ തണ്ടിലെ കോശങ്ങൾ ജലനഷ്ടം മൂലം ചുരുങ്ങുന്നു, ചേമ്പില വാടുകയും ചെയ്യുന്നു. 2024 ലോക പരിസ്ഥിതി ദിനത്തിനായുള്ള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം. ഓപ്ഷൻസ്: സൗദി അറേബ്യ, ദുബായ്, ഖത്തർ, ഇന്ത്യ. ശരി ഉത്തരം സൗദി അറേബ്യ. താഴെ പറയുന്നവയിൽ ന്യൂറോണുമായി ബന്ധപ്പെട്ടത് ഏതെല്ലാം? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം, മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശം. ശരി ഉത്തരം ഓപ്ഷൻ ബി, എല്ലാം ശരിയാണ്. ഒരു പദാർത്ഥത്തിന്റെ താപനില 1 യൂണിറ്റ് ഉയർത്താനാവശ്യമായ താപം. ഓപ്ഷൻസ്: വിശിഷ്ട താപനില, താപധാരിത, അവസ്ഥാ പരിവർത്തനം, കലോറി. ശരി ഉത്തരം ഓപ്ഷൻ ഡി, കലോറി. ആഴക്കടലിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻസ്: അപവർത്തനം, പ്രതിഫലനം, വിസരണം, പൂർണ്ണാന്തര പ്രതിഫലനം. ശരി ഉത്തരം വിസരണം. പ്രകാശ തീവ്രത അളക്കുന്ന യൂണിറ്റ്. ഓപ്ഷൻസ്: കാൻഡല, ഹെർട്സ്, ടെസ്ല, മോൾ. ശരി ഉത്തരം ഓപ്ഷൻ എ, കാൻഡല. പ്ലാസ്മ പ്രോട്ടീൻ ധർമ്മങ്ങളിൽ പെടാത്തവ കണ്ടെത്തുക. രക്തത്തിന്റെ ദ്രാവക ഭാഗം, ഇളം മഞ്ഞ നിറം, ഡിസ്കിന്റെ ആകൃതി, ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു. ശരി ഉത്തരം ഓപ്ഷൻ സി, 3. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം. ഓപ്ഷൻസ്: കരൾ, വൃക്ക, ഹൃദയം, ശ്വാസകോശം. ശരി ഉത്തരം ഓപ്ഷൻ സി, ഹൃദയം. FSSAIയുടെ ആസ്ഥാനം. ഓപ്ഷൻസ്: മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ന്യൂഡൽഹി, കൊൽക്കത്ത. ശരി ഉത്തരം ഓപ്ഷൻ സി, ന്യൂഡൽഹി. BISന്റെ പൂർണ്ണരൂപം. ഓപ്ഷൻസ്: ഭാരത് ഇമ്പോർട്ട് സ്റ്റാൻഡേർഡ്സ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സിസ്റ്റം, ബ്യൂറോ ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ശരി ഉത്തരം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻസ്: സോഡിയം ബെൻസോയേറ്റ്, ബ്യൂട്ടൈൽ അസറ്റേറ്റ്, ഓഡൈൽ അസറ്റേറ്റ്, ബെൻസൈൽ അസറ്റേറ്റ്. ശരി ഉത്തരം സോഡിയം ബെൻസോയേറ്റ്. ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ആസ്ഥാനം. ഓപ്ഷൻസ്: ചണ്ഡീഗഡ്, കർണാൽ, ആനന്ദ്, പൂനെ. ശരി ഉത്തരം ഓപ്ഷൻ സി, ആനന്ദ്, ഗുജറാത്ത്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ്. ഓപ്ഷൻസ്: മഞ്ചേരി മെഡിക്കൽ കോളേജ്, തൃശൂർ, കോഴിക്കോട്, കോട്ടയം. ശരി ഉത്തരം കോട്ടയം മെഡിക്കൽ കോളേജ്. ശരിയായവ തിരഞ്ഞെടുക്കുക. രക്തത്തിന്റെ ദ്രാവക ഭാഗം WBC ആണ്. രക്തത്തിന്റെ ദ്രാവക ഭാഗം പ്ലാസ്മയാണ്. RBCക്ക് ഡിസ്കിന്റെ ആകൃതിയാണ്. ശ്വേതരക്താണുക്കളിൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ വിനിമയം നടക്കുന്നു. ഉത്തരം സി. ആണവ വൈദ്യുത നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം ഏതാണ്? ഓപ്ഷൻസ്: കൽക്കരി, യുറേനിയം, പ്രകൃതിവാതകം, വെള്ളം. ശരി ഉത്തരം ഓപ്ഷൻ ബി, യുറേനിയം. 2025 ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കാറ്റാടികൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ്: ഗുജറാത്ത്, തമിഴ്നാട്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ. ശരി ഉത്തരം ഗുജറാത്ത്.
കേരളത്തിലെ ഇടുക്കി ജലവൈദ്യുതി സ്റ്റേഷന്റെ സ്ഥാപിത ശേഷി എത്രയാണ്? ഓപ്ഷൻസ് 390 മെഗാവാട്ട്, 600, 780, 1000. ശരി ഉത്തരം ഓപ്ഷൻ സി 780 മെഗാവാട്ട്. ഏത് ലോഹത്തിനാണ് ഏറ്റവും ഉയർന്ന വൈദ്യുതി ചാലകത ഉള്ളത്? ഓപ്ഷൻസ് ചെമ്പ്, വെള്ളി, അലുമിനിയം, ഗോൾഡ്. ശരി ഉത്തരം ഓപ്ഷൻ ബി വെള്ളി. രക്തത്തിൽ നിന്ന് മാലിന്യങ്ങൾ ഫിൽറ്റർ ചെയ്ത് മൂത്രം ഉണ്ടാക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻസ് ഹൃദയം, കരൾ, ചെറുകുടൽ, വൃക്ക. ശരി ഉത്തരം ഓപ്ഷൻ ഡി വൃക്ക. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻസ് വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി. ശരി ഉത്തരം വിറ്റാമിൻ ഡി. കാർ ബാറ്ററികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻസ് സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്. ശരി ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളും നൽകണേ. മറക്കാതെ എല്ലാവരും ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യൂ. താങ്ക്സ്.